ഹായ് ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നാളെയാണ് നമ്മുടെ രണ്ടാം ഘട്ട പരീക്ഷ അല്ലേ? അപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് പ്രത്യേകിച്ചും അല്ലാതെയും കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അധികം റിവിഷൻ സെഷനോ അല്ലെങ്കിൽ ഡീറ്റെയിൽസോ ഉൾപ്പെടുത്തിയിട്ടില്ല. തികച്ചും ചോദ്യം ഉത്തരം എന്ന രീതിയിൽ മാത്രമാണ് ഇന്നത്തെ ക്ലാസ് പോകുന്നത് കേട്ടോ. മാക്സിമം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ഈ ക്ലാസ് പ്രയോജനപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യം, 2024 ഇറാസ്മസ് പ്രൈസ് ലഭിച്ച വ്യക്തി അമിതാവ് ഘോഷാണ്. 2024 ഇറാസ്മസ് പ്രൈസ് ലഭിച്ച വ്യക്തി അമിതാവ് ഘോഷ്. ദേശീയ അന്വേഷണ ഏജൻസിയുടെ പുതിയ മേധാവി സദാനന്ദ് ദത്താണ്. സദാനന്ദ് ദത്ത്. ദേശീയ അന്വേഷണ ഏജൻസിയുടെ പുതിയ മേധാവി സദാനന്ദ് ദത്ത്. 2024 ലോക പുസ്തക പകർപ്പവകാശ ദിനത്തിന്റെ പ്രമേയം. 2024 ലോക പുസ്തക പകർപ്പവകാശ ദിനത്തിന്റെ പ്രമേയം റീഡ് യുവർ വേ. 2024 ഇറാസ്മസ് പ്രൈസ് ലഭിച്ച വ്യക്തി അമിതാവ് ഘോഷ്. ദേശീയ അന്വേഷണ ഏജൻസിയുടെ പുതിയ മേധാവി സദാനന്ദ് ദത്ത്. 2024 ലോക പുസ്തക പകർപ്പവകാശ ദിനത്തിന്റെ പ്രമേയം റീഡ് യുവർ വേ. അടുത്തത്, 2024 അന്താരാഷ്ട്ര ഭൗതിക സ്വത്തവകാശ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 42ആണ്. അന്താരാഷ്ട്ര ഭൗതിക സ്വത്തവകാശ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 42. 2024 UN ഹാപ്പി റിപ്പോർട്ടർ പ്രകാരം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം. ഹാപ്പിനെസ് ഇൻഡെക്സിലെ ഒന്നാം രാജ്യമാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഫിൻലൻഡ് ആണ്. 2024 UN ഹാപ്പി റിപ്പോർട്ടർ പ്രകാരം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഫിൻലൻഡ് ആണ്. സംസ്ഥാന നിയമവകുപ്പ് പോക്സോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ച ഹ്രസ്വചിത്രമാണ് മാറ്റൊലി. സംസ്ഥാന നിയമവകുപ്പ് പോക്സോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ച ഹ്രസ്വചിത്രത്തിന്റെ പേരാണ് മാറ്റൊലി. 2024 അന്താരാഷ്ട്ര ഭൗതിക സ്വത്തവകാശ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 42ആണ്. 2024 UN ഹാപ്പി റിപ്പോർട്ടർ പ്രകാരം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഫിൻലൻഡ് ആണ്. സംസ്ഥാന നിയമവകുപ്പ് പോക്സോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ച ഹ്രസ്വചിത്രം മാറ്റൊലിയാണ്. അടുത്തത്, 2023-24 സന്തോഷ് ട്രോഫി നേടിയത് ഗോവയാണ്. 2023-24 സന്തോഷ് ട്രോഫി നേടിയത് ഗോവ. 17ാമത് മലയാറ്റൂർ അവാർഡ് ലഭിച്ചത് സാറ ജോസഫിനാണ്. 17ാമത് മലയാറ്റൂർ അവാർഡ് സാറ ജോസഫിന്. 17ാമത് മലയാറ്റൂർ അവാർഡ് ലഭിച്ചത് സാറ ജോസഫിനാണ്. 2023-24 സന്തോഷ് ട്രോഫി നേടിയത് ഗോവയാണ്. 17ാമത് മലയാറ്റൂർ അവാർഡ് ലഭിച്ചത് സാറ ജോസഫിനാണ്. ഓക്കെ, അടുത്തത്, 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയയാണ്. 16ാമത് അല്ലെങ്കിൽ നിലവിലെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ. ഇന്ത്യാസ് ട്രേഡിംഗ് പോളിസി എന്നത് അദ്ദേഹത്തിന്റെ പുസ്തകമാണ് കേട്ടോ. ഇന്ത്യാസ് ട്രേഡിംഗ് പോളിസി എന്നത് അരവിന്ദ് പനഗരിയയുടെ പുസ്തകമാണ്. ഇന്ത്യാസ് ട്രേഡിംഗ് പോളിസി. ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് 2023 ഇന്ത്യയുടെ സ്ഥാനം. ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് 2023 ഇന്ത്യയുടെ സ്ഥാനം 40ആണ്. 40. ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് 2023 ഇന്ത്യയുടെ സ്ഥാനം 40. ക്ലീൻ കേരള കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായ വ്യക്തി GK സുരേഷ് കുമാർ. ക്ലീൻ കേരള കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായ വ്യക്തിയാണ് GK സുരേഷ് കുമാർ. 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ. ഇന്ത്യാസ് ട്രേഡിംഗ് പോളിസി എന്നത് അരവിന്ദ് പനഗരിയയുടെ പുസ്തകമാണ്. അപ്പോൾ ഈ പുസ്തകം ആരെഴുതിയതാണെന്നൊരു ചോദ്യം വരികയാണെങ്കിൽ അരവിന്ദ് പനഗരിയാണ്. ഇന്ത്യാസ് ട്രേഡിംഗ് പോളിസി. ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് 2023 ഇന്ത്യയുടെ സ്ഥാനം 40. ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് 2023 ഇന്ത്യയുടെ സ്ഥാനം 40. ക്ലീൻ ഇന്ത്യ കേരള കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായ വ്യക്തി GK സുരേഷ് കുമാർ. ക്ലീൻ കേരള കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായ വ്യക്തി GK സുരേഷ് കുമാർ. വനിതാ സംവരണ നിയമം 2023 രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ്. വനിതാ സംവരണ നിയമം 2023 സെപ്റ്റംബർ 28-നാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത്. വനിതാ സംവരണ നിയമം 2023 സെപ്റ്റംബർ 28-ന് രാഷ്ട്രപതി ഒപ്പുവെച്ചു. 2024 ലോക ഉപഭോക്തൃ അവകാശ ദിന പ്രമേയം.
2024 ലോക ഉപഭോക്തൃ അവകാശ ദിന പ്രമേയമാണ് ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ ഫോർ കൺസ്യൂമേഴ്സ്. ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ ഫോർ കൺസ്യൂമേഴ്സ് 2024 ലോക ഉപഭോക്തൃ അവകാശ ദിന പ്രമേയമാണ് ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ ഫോർ കൺസ്യൂമേഴ്സ്. അടുത്തത്, ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ ചെയർമാനായി നിയമിതനായത് MV റാവു ആണ്. MV റാവു, ഇനീഷ്യൽ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. MV റാവു, ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ ചെയർമാനായി നിയമിതനായത് MV റാവു ആണ്. ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം 7. ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ 7 ആണ്. 7. മനിക ബത്ര ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മനിക ബത്ര ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടേബിൾ ടെന്നീസ് ആണ് കേട്ടോ. ടേബിൾ ടെന്നീസ്. മനിക ബത്ര ടേബിൾ ടെന്നീസ്. മനിക ബത്ര ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടേബിൾ ടെന്നീസ്. CISF ഡയറക്ടർ ജനറലായി നിയമിതയായ ആദ്യ വനിത ആരാണ്? CISF ഡയറക്ടർ ജനറലായി നിയമിതയായ ആദ്യ വനിത നീന സിംഗ് ആണ്. നീന സിംഗ്. CISF ഡയറക്ടർ ജനറലായി നിയമിതയായ ആദ്യ വനിത നീന സിംഗ്. 2024 പൂന്താനം സ്മാരക കവിതാ പുരസ്കാര വിജയി ആണ് ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പി. 2024 പൂന്താനം സ്മാരക കവിതാ പുരസ്കാര വിജയി ശ്രീകുമാരൻ തമ്പിയാണ്. പൂന്താനം സ്മാരക കവിതാ പുരസ്കാരം ശ്രീകുമാരൻ തമ്പി. യുനെസ്കോ സാഹിത്യ നഗരം പദവി നേടുന്ന ഇന്ത്യയിലെ ആദ്യ നഗരം. യുനെസ്കോ സാഹിത്യ നഗരം പദവി നേടുന്ന ഇന്ത്യയിലെ ആദ്യ നഗരമാണ് കോഴിക്കോട്. കോഴിക്കോട്. യുനെസ്കോ സാഹിത്യ നഗരം പദവി നേടുന്ന ഇന്ത്യയിലെ ആദ്യ നഗരം കോഴിക്കോടാണ്. ആംസ്റ്റർഡാം സ്പെറ്റിമേസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനുള്ള പുരസ്കാരം ലഭിച്ചത് ടൊവിനോ തോമസിനാണ്. ടൊവിനോ തോമസ്. ആംസ്റ്റർഡാം സ്പെറ്റിമേസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനുള്ള പുരസ്കാരം ലഭിച്ചത് ടൊവിനോ തോമസ്. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ പ്രഥമ ഹോക്കി ഫൈവ്സ് ലോകകപ്പ് 2024 വേദി ഒമാനാണ്. ഒമാൻ. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ പ്രഥമ ഹോക്കി ഫൈവ്സ് ലോകകപ്പ് 2024 വേദി ഒമാനാണ്. പ്രഥമ ഹോക്കി ഫൈവ്സ് ലോകകപ്പ് ഒമാനിലാണ്. 2024 ആഗോള കാലാവസ്ഥാ ഉച്ചകോടിയായ COP29 വേദി അസർബൈജാൻ. 2024 ആഗോള കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി അസർബൈജാൻ ആണ്. ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ്. ഗുജറാത്ത്. ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത്. ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി ഗുജറാത്തിലാണ്. 2023 IFFKയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ലഭിച്ചത് ഈവിൾസ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന മൂവിക്കാണ്. 2023 IFFKയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ലഭിച്ചത് ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന ചിത്രത്തിനാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഗ്രീൻ ട്രാൻസ്പോർട്ട് സംരംഭത്തിനുള്ള അവാർഡ് ലഭിച്ചത് കൊച്ചി വാട്ടർ മെട്രോയ്ക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഗ്രീൻ ട്രാൻസ്പോർട്ട് സംരംഭത്തിനുള്ള അവാർഡ് ലഭിച്ചത് കൊച്ചി വാട്ടർ മെട്രോയ്ക്കാണ്. 2024 ലോക തണ്ണീർത്തട ദിന പ്രമേയം. 2024 ലോക തണ്ണീർത്തട ദിന പ്രമേയം വെറ്റ്ലാൻഡ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്നതാണ്. വെറ്റ്ലാൻഡ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്. 2024 ലോക തണ്ണീർത്തട, അത് കണക്ട് ചെയ്യാം അല്ലേ, വെറ്റ്ലാൻഡ് എന്നുണ്ട്. വെറ്റ്ലാൻഡ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പലാണ് ഷെൻഷുവ 15. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പലാണ് ഷെൻഷുവ 15. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം നെയ്യാറ്റിൻകര താലൂക്കിലാണ്. നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം. 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരമാണ് പാരീസ്. പാരീസ്. 2024 ഒളിമ്പിക്സിന്റെ വേദി പാരീസ് ആണ്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ശ്രീ യു ഷറഫ് അലിയാണ്. യു ഷറഫ് അലി. ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുവാൻ നിത്യഹരിത വിപ്ലവം എന്ന ആശയം അവതരിപ്പിച്ചത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഡോക്ടർ MS സ്വാമിനാഥൻ. നിത്യഹരിത വിപ്ലവം എന്ന ആശയം അവതരിപ്പിച്ചത് ഡോക്ടർ MS സ്വാമിനാഥൻ.
ചാന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ പിന്നിലെ റോക്കറ്റ് വനിത ആണ് ഋതു കരിദാൽ. ഋതു കരിദാലാണ് ചാന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത. 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 10 ആണ്. 10. 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 10. നിലവിലെ ISRO ചെയർമാൻ എസ് സോമനാഥ്. നിലവിലെ ISRO ചെയർമാൻ എസ് സോമനാഥ്. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര് അമൃതം ആരോഗ്യം. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര് അമൃതം ആരോഗ്യം. റിപ്പബ്ലിക്കിന്റെ ഭാവി എന്ന പുസ്തകം രചിച്ചത് MB രാജേഷ്. MB രാജേഷിന്റെ പുസ്തകമാണ് റിപ്പബ്ലിക്കിന്റെ ഭാവി. റിപ്പബ്ലിക്കിന്റെ ഭാവി എന്ന പുസ്തകം രചിച്ചത് MB രാജേഷ്. ഇനി നമുക്ക് കുറച്ച് ഇൻഡെക്സും അവയിൽ ഇന്ത്യയുടെ റാങ്കും മറ്റു ഡീറ്റെയിൽസും നോക്കാം. ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രകാരം ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 134 മൊത്തം 193 രാജ്യങ്ങളുള്ളതിൽ ഇന്ത്യയുടെ സ്ഥാനം 134. ഒന്നാമതുള്ളത് സ്വിറ്റ്സർലൻഡ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 134. ഒന്നാം സ്ഥാനം സ്വിറ്റ്സർലൻഡുമാണ്. അടുത്തത് ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ 133 രാജ്യങ്ങളിൽ 39 സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. അവിടെയും ഒന്നാം സ്ഥാനം സ്വിറ്റ്സർലൻഡിനാണ്. ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ 39 റാങ്കാണ് ഇന്ത്യക്ക്. സ്വിറ്റ്സർലൻഡാണ് ഒന്നാം റാങ്ക്. കറപ്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 93. 180 രാജ്യങ്ങളിൽ 93 സ്ഥാനത്താണ് കറപ്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുള്ളത്. ഒന്നാമത്തെ സ്ഥാനത്തുള്ളത് ഡെൻമാർക്ക്. കറപ്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 93. ഒന്നാം സ്ഥാനം ഡെൻമാർക്കിനാണ്. ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ 116 റാങ്കാണ് ഇന്ത്യക്ക്. 163 രാജ്യങ്ങളിൽ 116 ഇന്ത്യ. ഐസ്ലൻഡാണ് ഒന്നാമത്. ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ ഐസ്ലൻഡാണ് ഒന്നാമത്. 116 റാങ്കാണ് ഇന്ത്യക്ക്. ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് 2024 129 റാങ്കാണ് ഇന്ത്യക്ക്. ഐസ്ലൻഡാണ് ഇവിടെയും ഒന്നാമത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്ലോബൽ പീസ് ഇൻഡെക്സിലും ഒന്നാം സ്ഥാനം ഐസ്ലൻഡിനാണ്. ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിലും ഒന്നാം സ്ഥാനം ഐസ്ലൻഡിനാണ്. ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് 2024 129 റാങ്കാണ് ഇന്ത്യയുടേത്. ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് 2024 10 സ്ഥാനമാണ് ഇന്ത്യക്ക്. ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് 2024 10 സ്ഥാനമാണ് ഇന്ത്യക്ക്. ഡെൻമാർക്കാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് 2024 10 സ്ഥാനം ഇന്ത്യക്ക്. ഡെൻമാർക്കാണ് ഒന്നാം സ്ഥാനത്ത്. വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 159 റാങ്കാണ് ഇന്ത്യക്ക്. 180 രാജ്യങ്ങളിൽ 159 സ്ഥാനമാണ് ഇന്ത്യക്ക്. വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ 159 റാങ്ക് ഇന്ത്യക്കും ഒന്നാം സ്ഥാനം നോർവേക്കുമാണ്. വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 159 റാങ്കാണ് ഇന്ത്യക്ക്. 180 രാജ്യങ്ങളിൽ നിന്ന് 159 റാങ്കാണ് ഇന്ത്യക്ക്. ഒന്നാം സ്ഥാനം നോർവേയാണ്. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 126 സ്ഥാനത്താണ് ഇന്ത്യയുള്ളത്. 126 സ്ഥാനത്ത്. ഒന്നാം സ്ഥാനം ഫിൻലൻഡാണ്. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം ഫിൻലൻഡിനാണ്. ഇന്ത്യ 126 സ്ഥാനത്താണ് ഉള്ളത്. വേൾഡ് എക്കണോമിക് ഫ്രീഡം റിപ്പോർട്ട് 2024 വേൾഡ് എക്കണോമിക് ഫ്രീഡം റിപ്പോർട്ട് പ്രകാരം 165 രാജ്യങ്ങളിൽ 84 ഇന്ത്യ. വേൾഡ് എക്കണോമിക് ഫ്രീഡം റിപ്പോർട്ടിൽ 84 ഇന്ത്യ. ഒന്നാം സ്ഥാനത്ത് സിംഗപ്പൂർ. ഇന്റർനാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് 2024 55 രാജ്യങ്ങളിൽ 42 സ്ഥാനത്താണ് ഇന്ത്യയുള്ളത്. സ്വിറ്റ്സർലൻഡാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. ഇന്റർനാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് IP ഇൻഡെക്സിൽ 42 സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റിപ്പോർട്ട് 2024 പ്രകാരം 166 രാജ്യങ്ങളിൽ 109 ഇന്ത്യ. 109 റാങ്കാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യക്കുള്ളത്. ഫിൻലൻഡാണ് ഒന്നാം സ്ഥാനത്ത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റിപ്പോർട്ട് 109 റാങ്ക് ഇന്ത്യക്കും ഒന്നാം റാങ്ക് ഫിൻലൻഡിനുമാണ്. എൻവയോൺമെന്റൽ പെർഫോമൻസ് ഇൻഡെക്സ് EPI പ്രകാരം 180 രാജ്യങ്ങളിൽ 176 സ്ഥാനത്താണ് ഇന്ത്യയുള്ളത്. എൻവയോൺമെന്റൽ പെർഫോമൻസ് ഇൻഡെക്സ്
180 രാജ്യങ്ങളിൽ 176ാമതാണ് ഇന്ത്യ. എസ്റ്റോനേഷ്യയാണ് ഒന്നാമത്തെ രാജ്യം. ഇനി പ്രധാനപ്പെട്ട ചില ദിവസങ്ങളും അവയുടെ പ്രമേയങ്ങളും നോക്കാം. ജനുവരി 24 വിദ്യാഭ്യാസ ദിനമാണ്. ജനുവരി 24 വിദ്യാഭ്യാസ ദിനം. പ്രമേയം ഇൻവെസ്റ്റ് ഇൻ പീപ്പിൾ, പ്രയോറിറ്റൈസ് എഡ്യൂക്കേഷൻ. ഇൻവെസ്റ്റ് ഇൻ പീപ്പിൾ, പ്രയോറിറ്റൈസ് എഡ്യൂക്കേഷൻ. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനമാണ്. 2024 G20 ഉച്ചകോടിയുടെ വേദി ബ്രസീലാണ്. 2024 G20 ഉച്ചകോടിയുടെ വേദി ബ്രസീൽ. 2025 G20 ഉച്ചകോടി വേദി ദക്ഷിണാഫ്രിക്കയിലാണ്. 2024 G20 ഉച്ചകോടിയുടെ വേദി ബ്രസീലും 2025 ഉച്ചകോടിയുടെ വേദി ദക്ഷിണാഫ്രിക്കയുമാണ്. 2023 വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. 2023 വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. 2023 എഴുത്തച്ഛൻ അവാർഡ് SK വസന്തൻ. 2023 SK വസന്തനാണ് എഴുത്തച്ഛൻ അവാർഡ് നേടിയിട്ടുള്ളത്. 2024 സമ്മർ ഒളിമ്പിക്സിന്റെ വേദി പാരീസ് ആണ്. 2024 സമ്മർ ഒളിമ്പിക്സിന്റെ വേദി പാരീസ്. 2028 സമ്മർ ഒളിമ്പിക്സിന്റെ വേദി ലോസ് ഏഞ്ചൽസ് ആണ്. 2024 സമ്മർ ഒളിമ്പിക്സ് പാരീസിലും 2028 സമ്മർ ഒളിമ്പിക്സ് വേദി ലോസ് ഏഞ്ചൽസും ആണ്. ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14 ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14. ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2 ആദിത്യ L1 മിഷൻ വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2 ലോക ഭൗമദിന പ്രമേയം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്നതാണ്. ലോക ഭൗമദിന പ്രമേയം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്നതാണ്. 2024 തീമാണ് കേട്ടോ. 2024 ലോക ആരോഗ്യ ദിന പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ്. 2024 ലോക ആരോഗ്യ ദിന പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ്. ഇനി 2024 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായത് MK സാനുവാണ്. 2024 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായത് MK സാനു. 2024 രാജാ രവിവർമ്മ സമ്മാൻ പുരസ്കാരം ലഭിച്ചത് മുരളി ചീരോത്തിനാണ്. മുരളി ചീരോത്ത്. 2024 രാജാ രവിവർമ്മ സമ്മാൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് മുരളി ചീരോത്തിനാണ്. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ ഭാരതി സയാഗ്നിയാണ്. വിജയ ഭാരതി സയാഗ്നി. നിലവിലെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ KN ഹരിലാലാണ്. KN ഹരിലാൽ. നിലവിലെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ KN ഹരിലാൽ. നിലവിലെ ദേശീയ ധനകാര്യ കമ്മീഷൻ ചെയർപേഴ്സൺ അരവിന്ദ് പനഗരിയ. നിലവിലെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ KN ഹരിലാലും നിലവിലെ ദേശീയ ധനകാര്യ കമ്മീഷൻ ചെയർപേഴ്സൺ അരവിന്ദ് പനഗരിയയുമാണ്. 2023 വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. 2023 വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പി. ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് അവാർഡ്. 2024 വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചെരുവിലാണ് കാട്ടൂർ കടവ് എന്ന കൃതിക്ക്. 2023 വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പി. ജീവിതം ഒരു പെൻഡുലം എന്നാണ് കൃതി. 2024 വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചെരുവിലാണ് കാട്ടൂർ കടവ്. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് SK വസന്തനാണ്. 2023 പുരസ്കാര ജേതാവ് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് SK വസന്തനാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് NS മാധവനാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് SK വസന്തനും 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് NS മാധവനുമാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിന്റെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ്, നിലവിലെ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. 51ാമത് ചീഫ് ജസ്റ്റിസ് ആണ് കേട്ടോ. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് 51ാമത് ചീഫ് ജസ്റ്റിസ്. CAG. നിലവിലെ ഇന്ത്യയുടെ CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ സഞ്ജയ് മൂർത്തിയാണ്. സഞ്ജയ് മൂർത്തി. നിലവിലെ ഇന്ത്യയുടെ CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ സഞ്ജയ് മൂർത്തിയാണ്. ഓക്കെ. ഗാന്ധിനഗർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്?
ഗാന്ധിനഗർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശ്. ഇനി നമുക്ക് നൊബേൽ പ്രൈസിനെ കുറിച്ച് നോക്കാം. നൊബേൽ പ്രൈസ് ആർക്കൊക്കെയാണ് ലഭിച്ചത്? ഭൗതിക ശാസ്ത്ര വിഭാഗത്തിൽ നൊബേൽ പ്രൈസ് ലഭിച്ച ആൾക്കാരാണ് ജോൺ ജെ ഹോപ്ഫീൽഡ്, ജോൺ ജെ ഹോപ്ഫീൽഡും ജെഫ്രി ഇ ഹിൻടണുമാണ് 2024 ഭൗതിക ശാസ്ത്ര വിഭാഗം നോബൽ പ്രൈസിന് അർഹരായിട്ടുള്ളത്. രസതന്ത്ര വിഭാഗത്തില് ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ എം ജംപർ എന്നിവരാണ്. ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ എം ജംപർ എന്നിവരാണ് രസതന്ത്ര വിഭാഗത്തിൽ നോബൽ പ്രൈസിന് അർഹരായിട്ടുള്ളത്. ഇനി വൈദ്യശാസ്ത്ര വിഭാഗമാണെങ്കിൽ വൈദ്യശാസ്ത്രത്തിൽ വിക്ടർ ആംബ്രോസ് ആൻഡ് ഗാരി റൗക്കൻ എന്നിവരാണ് വൈദ്യശാസ്ത്ര വിഭാഗം നോബൽ പ്രൈസിന് അർഹരായത്. വിക്ടർ ആംബ്രോസ് ആൻഡ് ഗാരി റൗക്കൻ. സാഹിത്യ വിഭാഗത്തിൽ ഹാൻ കാങ് ആണ് സാഹിത്യ വിഭാഗത്തിൽ നോബൽ പ്രൈസ് നേടിയിട്ടുള്ളത്. സമാധാനത്തിൽ നിഹോൺ ഹിൻഡാക്യോ ആണ് സമാധാനത്തിന്റെ നോബൽ പ്രൈസ് പീസ് പ്രൈസ് വിന്നർ ആയിട്ട് ഉള്ളത്. സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തിൽ ഡാരൻ അസെമൊഗലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ എന്നിവരാണ്. അസെമൊഗലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ എന്നിവരാണ് സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തിൽ നോബൽ പ്രൈസ് നേടിയിട്ടുള്ളത്. ഇനി ബുക്കർ പ്രൈസ് ആണ്. ലേറ്റസ്റ്റ് ബുക്കർ പ്രൈസ് നേടിയിട്ടുള്ള ആളാണ് സാമന്ത ഹാർവി. ഓർബിറ്റൽ എന്ന കൃതിക്കാണ് ഇദ്ദേഹത്തിന് ഈ ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. സാമന്ത ഹാർവിയാണ് ഓർബിറ്റൽ എന്നതാണ് കൃതി. ഓക്കെ, പ്രധാനപ്പെട്ട ദിനങ്ങളും പ്രമേയങ്ങളും കൂടി നമുക്ക് നോക്കാം. ജനുവരി 24 വിദ്യാഭ്യാസ ദിനമാണ്. അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനമാണ് ജനുവരി 24. 2024 അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനത്തിന്റെ പ്രമേയം ശാശ്വത സമാധാനത്തിനായുള്ള പഠനം എന്നതാണ്. ശാശ്വത സമാധാനത്തിനായുള്ള പഠനം. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമാണ്. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ലോക തണ്ണീർത്തട ദിനത്തിന്റെ 2024 പ്രമേയം തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്നതാണ്. മനുഷ്യക്ഷേമവും എന്നതാണ്. തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്നതാണ് 2024 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമാണ്. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. ഈ വർഷത്തെ പ്രമേയം ക്ലോസ് ദി കെയർ ഗ്യാപ്പ് എന്നതാണ്. ക്ലോസ് ദി കെയർ ഗ്യാപ്പ്. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം. ദേശീയ ശാസ്ത്ര ദിനമാണ് ഫെബ്രുവരി 28. ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം വീക്ഷിത് ഭാരതിനുള്ള തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ എന്നതാണ്. വീക്ഷിത് ഭാരതിനുള്ള തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ. മാർച്ച് 3 വന്യജീവി ദിനം. മാർച്ച് 3 വന്യജീവി ദിനം. 2024 പ്രമേയം ജനങ്ങളെയും ഗ്രഹത്തെയും ബന്ധിപ്പിക്കുന്നു. വന്യജീവി സംരക്ഷണത്തിൽ ഡിജിറ്റൽ നവീകരണം പര്യവേക്ഷണം ചെയ്യുക എന്നതാണ്. ജനങ്ങളെയും ഗ്രഹത്തെയും ബന്ധിപ്പിക്കുന്നു. വന്യജീവി സംരക്ഷണത്തിൽ ഡിജിറ്റൽ നവീകരണം പര്യവേക്ഷണം ചെയ്യുക. മാർച്ച് 21 ലോക വനദിനമാണ്. ലോക വനദിനമാണ് മാർച്ച് 21. 2024 ലോക വനദിനത്തിന്റെ പ്രമേയം വനങ്ങളും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിനുള്ള പുതിയ പരിഹാരങ്ങൾ എന്നതാണ്. വനങ്ങളും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിനുള്ള പുതിയ പരിഹാരങ്ങൾ എന്നതാണ്. മാർച്ച് 22 ജലദിനമാണ്. മാർച്ച് 22 ജലദിനം. 2024 ജലദിനത്തിന്റെ പ്രമേയം സമാധാനത്തിനായുള്ള വെള്ളം എന്നതാണ്. 2024 ജലദിനത്തിന്റെ പ്രമേയം സമാധാനത്തിനായുള്ള വെള്ളം എന്നതാണ്. മാർച്ച് 23 കാലാവസ്ഥാ ദിനം. മാർച്ച് 23 കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം 2024 കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം കാലാവസ്ഥാ പ്രവർത്തനത്തിന്റെ മുൻനിരയിൽ എന്നതാണ്. കാലാവസ്ഥാ പ്രവർത്തനത്തിന്റെ മുൻനിരയിൽ. മാർച്ച് 24 ക്ഷയരോഗ ദിനം. ക്ഷയരോഗ ദിനം. മാർച്ച് 24 ക്ഷയരോഗ ദിനം. പ്രമേയം യെസ് വി ക്യാൻ എൻഡ് TB. 2024 ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം അതെ നമുക്ക് TBയെ അവസാനിപ്പിക്കാം എന്നതാണ്. യെസ് വി ക്യാൻ എൻഡ് TB. മാർച്ച് 24 ക്ഷയരോഗ ദിനം. ഏപ്രിൽ 7 ആരോഗ്യ ദിനം. ഏപ്രിൽ 7 ആരോഗ്യ ദിനം. 2024 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്നത് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ്. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. ഏപ്രിൽ 22 ഭൗമദിനം. ഭൗമദിനത്തിന്റെ പ്രമേയം 2024 ലോക ഭൗമദിനത്തിന്റെ പ്രമേയം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് എന്നതാണ്. പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്.
മെയ് 22 ജൈവ വൈവിധ്യ ദിനം. മെയ് 22 ജൈവ വൈവിധ്യ ദിനം. 2024 ജൈവ വൈവിധ്യത്തിനായുള്ള അന്താരാഷ്ട്ര ദിനത്തിന്റെ തീം എന്നത് പദ്ധതിയുടെ ഭാഗമാവുക എന്നതാണ്. പദ്ധതിയുടെ ഭാഗമാവുക. ബി പാർട്ട് ഓഫ് ദി പ്ലാൻ. ബി പാർട്ട് ഓഫ് ദി പ്ലാൻ. ജൂൺ 5 പരിസ്ഥിതി ദിനം. 2024 ജൂൺ 5 പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം ഭൂപുനഃസ്ഥാപനവും മരുവൽക്കരണം, വരൾച്ച എന്നിവയ്ക്കെതിരെയുള്ള പ്രതിരോധവും എന്നതാണ്. ഭൂപുനഃസ്ഥാപനവും മരുവൽക്കരണം, വരൾച്ച എന്നിവയ്ക്കെതിരെയുള്ള പ്രതിരോധവും. ലാൻഡ് റെസ്റ്റോറേഷൻ, ഡെസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോട്ട് റെസീലിയൻസ്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയമാണ്. ഇനി ജൂൺ 21 യോഗാ ദിനം. ജൂൺ 21 യോഗാ ദിനം. 2024 പ്രമേയം സ്വയത്തിനും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ എന്നതാണ്. സ്വയത്തിനും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ. സെപ്റ്റംബർ 16 ഓസോൺ ദിനം. 2024 ഓസോൺ ദിനത്തിന്റെ പ്രമേയം മോൺട്രിയൽ പ്രോട്ടോകോൾ കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. മോൺട്രിയൽ പ്രോട്ടോകോൾ കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് എന്നതാണ് 2024 ഓസോൺ ദിനത്തിന്റെ പ്രമേയം. സെപ്റ്റംബർ 29 ഹൃദയ ദിനം. സെപ്റ്റംബർ 29 ഹൃദയ ദിനം. 2024 ലോക ഹൃദയ ദിനത്തിന്റെ പ്രമേയം പ്രവർത്തനത്തിനായി ഹൃദയം ഉപയോഗിക്കുക എന്നതാണ്. പ്രവർത്തനത്തിനായി ഹൃദയം ഉപയോഗിക്കുക. ഡിസംബർ 1 എയ്ഡ്സ് ദിനം. ഡിസംബർ 1 എയ്ഡ്സ് ദിനമാണ്. 2024 ലോക എയ്ഡ്സ് ദിനത്തിന്റെ പ്രമേയം അവകാശങ്ങളുടെ പാതയിലേക്ക് പോകുക എന്നതാണ്. അവകാശങ്ങളുടെ പാതയിലേക്ക് പോകുക. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം. നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ എന്നതാണ് 2024 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം. നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം. ഓഗസ്റ്റ് 12 യുവജന ദിനമാണ്. ഓഗസ്റ്റ് 12 യുവജന ദിനം. 2024 അന്താരാഷ്ട്ര യുവജന ദിനത്തിന്റെ പ്രമേയം എന്നത് ക്ലിക്കുകളിൽ നിന്ന് പുരോഗതിയിലേക്ക് എന്നതാണ്. ക്ലിക്കുകളിൽ നിന്ന് പുരോഗതിയിലേക്ക് സുസ്ഥിര വികസനത്തിനായുള്ള യുവജന ഡിജിറ്റൽ പാതകൾ. 2024 അന്താരാഷ്ട്ര യുവജന ദിനത്തിന്റെ പ്രമേയം ക്ലിക്കുകളിൽ നിന്ന് പുരോഗതിയിലേക്ക് സുസ്ഥിര വികസനത്തിനായുള്ള യുവജന ഡിജിറ്റൽ പാതകൾ. ഓഗസ്റ്റ് 12 യുവജന ദിനം. ഇനി ജൂൺ 7 ഭക്ഷ്യസുരക്ഷാ ദിനം. 2024 ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിന്റെ തീം ഭക്ഷ്യസുരക്ഷ അപ്രതീക്ഷിതമായ കാര്യങ്ങൾക്കായി തയ്യാറെടുക്കുക. ഭക്ഷ്യസുരക്ഷ അപ്രതീക്ഷിതമായ കാര്യങ്ങൾക്കായി തയ്യാറെടുക്കുക എന്നതാണ്. ജൂൺ 7 ഭക്ഷ്യസുരക്ഷാ ദിനം. ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനം. ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനം. നമുക്ക് നമ്മുടെ പ്രതിബദ്ധതകളിൽ പ്രവർത്തിക്കാം. ബാലവേല അവസാനിപ്പിക്കുക എന്നതാണ് 2024 ബാലവേല വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം. നമുക്ക് നമ്മുടെ പ്രതിബദ്ധതകളിൽ പ്രവർത്തിക്കാം. ബാലവേല അവസാനിപ്പിക്കുക. ഇതാണ് 2024 ബാലവേല വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം. ജൂൺ 23 അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനമാണ്. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനമാണ് ജൂൺ 23. 2024 അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിന്റെ പ്രമേയം നമുക്ക് നീങ്ങാം ആഘോഷിക്കാം. നമുക്ക് നീങ്ങാം ആഘോഷിക്കാം എന്നതാണ് 2024 അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിന്റെ പ്രമേയം. ഒക്ടോബർ 4 ബഹിരാകാശ ദിനം. ഒക്ടോബർ 4 ബഹിരാകാശ ദിനം. 2024 ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്നു. ഇന്ത്യയുടെ ബഹിരാകാശ സാഗ എന്നതാണ്. ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്നു. ഇന്ത്യയുടെ ബഹിരാകാശ സാഗ. ഒക്ടോബർ 4 ബഹിരാകാശ ദിനം. മെയ് 3 അന്താരാഷ്ട്ര പത്ര സ്വാതന്ത്ര്യ ദിനം. അന്താരാഷ്ട്ര പത്ര സ്വാതന്ത്ര്യ ദിനമാണ് മെയ് 3. ഗ്രഹത്തിന് ഒരു മാധ്യമം പരിസ്ഥിതി പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന പത്രപ്രവർത്തനം. ഗ്രഹത്തിന് ഒരു മാധ്യമം പരിസ്ഥിതി പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന പത്രപ്രവർത്തനം എന്നതാണ് അന്താരാഷ്ട്ര പത്ര സ്വാതന്ത്ര്യ ദിനത്തിന്റെ 2024 തീം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ക്വിക്കായിട്ട് നമുക്ക് റിവിഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെയാണ് നമ്മുടെ പരീക്ഷ. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന പരീക്ഷ വരുന്ന ദിവസമാണ്. നന്നായിട്ട് തന്നെ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിക്കാനായിട്ട് പറ്റട്ടെ. പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.